എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരാണ് നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് അവരുടെ സന്തോഷവും അവരുടെ സ്നേഹവും ഒക്കെ കമൻ്റായിട്ടും മെയിലായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ ഒരുപാട് പേരാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. കാരണം ഇതുവരെ പഠിക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ക്ലാസ്സിലൂടെ മനസ്സിലാവുന്നു എന്നൊക്കെയുള്ള അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ പറയാൻ വാക്കുകളില്ല. അത്രത്തോളം ഒരു സന്തോഷമാണ്. അപ്പോൾ എന്നും ക്ലാസ് ചെയ്യാൻ തോന്നുവാണ്. അപ്പോൾ സമയമില്ലെങ്കിലും സമയമൊക്കെ ഉണ്ടാക്കിയെടുത്ത് എന്നും എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പവർ പോയിൻറ്റിൻ്റെ ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ട് ഒരുപാട് പേര്, കുട്ടികളാണെങ്കിലും വർക്ക് സ്പേസിലുള്ളവരാണെങ്കിലും അവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി, അവർക്ക് ഒരുപാട് യൂസ്ഫുള്ളായി എന്നൊക്കെ എന്നും നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ബാക്കി ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ആ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ക്ലാസ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ടുള്ള വേയിലൂടെയാണ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. ഡയറക്റ്റ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ പവർ പോയിന്റിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ എങ്ങനെ നമുക്ക് ഈ ഒരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. അതായത് പുതിയതായിട്ട് ആരെങ്കിലും ഡയറക്റ്റ് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടിയിട്ടാണ്. നമ്മുടെ പഴയ ക്ലാസ് കാണുന്നവരൊക്കെ ഇപ്പൊ എക്സ്പേർട്സ് തന്നെ എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, നമുക്ക് ഈ പവർ പോയിന്റിന് ഇനിയിപ്പോ കുറെ ദിവസം ആവശ്യമുണ്ടല്ലോ, നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പവർ പോയിന്റിനെ. ടാസ്ക് ബാർ എന്ന് പറഞ്ഞാല് ഈ താഴെ കാണുന്ന ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പവർ പോയിന്റിനെ ഈ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പം ഈ ഒരു പവർ പോയിന്റിനെ ആവശ്യമുണ്ടെങ്കിലും ജസ്റ്റ് ഈ താഴെ കാണുന്ന ടാസ്ക് ബാറിലെ പവർ പോയിന്റിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതായത് ജസ്റ്റ് ഇതിലോട്ട് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പവർ പോയിന്റിന്റെ പേജ് ഓപ്പൺ ആയി വരും. അപ്പൊ ഈ കാണുന്നതൊക്കെ ഇതിനകത്തുള്ള ഡിഫോൾട്ട് തീംസ് ആണ്. അതായത് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ തീംസ് ആണ്. അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയതുകൊണ്ട് ഈ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ഓപ്പൺ ചെയ്തിട്ടാണ് പറയുന്നത്. സോ നമ്മൾ ആദ്യമേ പഠിക്കുവാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ്. അപ്പൊ ഈ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലോട്ട് മൗസ് വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇതിന്റെ ചുറ്റും ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം. അപ്പൊ ഈ ബോക്സ് പോലെ കാണുന്നതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ മൗസ് വെക്കുക. അല്ലാതെ ഞാനിപ്പോ ഇവിടെ വെച്ചു അതുകൊണ്ട് നിങ്ങളും ഇവിടെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഈ ബോക്സ് പോലെ കാണുന്ന ഇതിന്റെ ബ്ലാങ്ക് പ്രസന്റേഷന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ആയിട്ട് ഓപ്പൺ ആയി വരും. അപ്പൊ ഈ കാണുന്ന ഈ പേജ് ആണ് പവർ പോയിന്റിന്റെ പേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്താണ് നമ്മുടെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ MS വേർഡിന്റെ പേജ് വെച്ച് നോക്കുമ്പോൾ ഈ കാണുന്ന ഈ ഒരു അപ്പിയറൻസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്കിവിടെ ടാബുകളും കാര്യങ്ങളും ഒക്കെ ഏകദേശം എല്ലാം സെയിം ആണ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മുടെ ആവശ്യം അനുസരിച്ച് ആദ്യത്തെ ഒരു സ്ലൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞതാണ്, ഇനിയത്തെ ക്ലാസ്സിലൊക്കെ സ്ലൈഡ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ സ്ലൈഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സിംഗിൾ പേജിന് പറയുന്ന പേരാണ് സ്ലൈഡ്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ പ്രസന്റേഷനിൽ ഒരൊറ്റ സ്ലൈഡേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ലൈഡുകൾ ആവശ്യമായിട്ട് വരും. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ഒറ്റ സ്ലൈഡേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് കൂടുതൽ സ്ലൈഡുകൾ നമ്മുടെ പ്രസന്റേഷനിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര സ്ലൈഡ് വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന ഹോം ടാബിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹോം ടാബിനെ ഓപ്പൺ ചെയ്യണം. അപ്പൊ ഏതൊരു ടാബ് ആയിക്കോട്ടെ, ഹോം ആയിക്കോട്ടെ, ഇൻസേർട്ട് ആയിക്കോട്ടെ, ഡ്രോ ആയിക്കോട്ടെ, ഇതിൽ ഏത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് മൗസ് കൊണ്ടുവെക്കുക.
അതായത് ഹോം എന്നാണെങ്കിൽ HOME. അപ്പൊ അതിന്റെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു പോർഷനിൽ മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം ആ ഒരു പർട്ടിക്കുലർ ടാബ് ഓപ്പൺ ആയി വരും. ഇപ്പൊ നമ്മൾ ഹോം ഓപ്പൺ ചെയ്തപ്പോൾ ഹോമിനകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഹോമിനകത്ത് ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്ലൈഡിനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു സ്ലൈഡ്, ന്യൂ സ്ലൈഡ് എന്ന് പറയുന്നതിന്റെ തൊട്ടു മുകളില് ചെറിയൊരു സ്ലൈഡിന്റെ പിക്ചർ കാണാൻ പറ്റും. ഒരു സ്ക്വയർ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിലോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാല് അവിടോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഓരോരോ സ്ലൈഡുകൾ വരുന്നുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്പർ 2, നമ്പർ 3, 4 ആകെ നമ്മുടെ പ്രസന്റേഷനിൽ 4 സ്ലൈഡ് വന്നു. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഈ സ്ലൈഡ് ആഡ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ പ്രസന്റേഷനിൽ ആദ്യമേ ഒറ്റ സ്ലൈഡേ ഉള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ സ്ലൈഡുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഹോം ടാബ് ഓപ്പൺ ചെയ്യുക. അപ്പൊ ഹോം ടാബ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഹോമിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹോം ടാബിന്റെ കീഴിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ, ടൂൾസ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു. അപ്പൊ അതിനകത്ത് നോക്കിയപ്പോൾ ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ സ്ലൈഡ് എന്ന് ടൈപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ചെറിയൊരു ഇമേജ്, ഒരു ബോക്സ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആ ഒരു ബോക്സിന്റെ ആ ഒരു പൊസിഷനിലോട്ട് മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ സ്ലൈഡ് അവിടെ വരും. അപ്പൊ ഒരു തവണ ക്ലിക്ക് ചെയ്തപ്പം ഒരു സ്ലൈഡ് വന്നു, വീണ്ടും നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തപ്പം അടുത്ത സ്ലൈഡ് വന്നു. അങ്ങനെ എത്ര സ്ലൈഡ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ പ്രസന്റേഷനിൽ ഒരു രണ്ടാമത്തെ സ്ലൈഡ് ഉണ്ട്, അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ലൈഡും ഉണ്ട്. അപ്പൊ ഇനി ഞാൻ ജസ്റ്റ് വേറൊരു മെത്തേഡൂടെ കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ആകെ ഒരു ഒറ്റ സ്ലൈഡേ ഉള്ളായിരുന്നു. അപ്പൊ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂ സ്ലൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. അതായത് ഡ്രോപ്പ് ഡൗൺ മെനു എന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന ഈ ഒരു ആരോ പോലെ, ഡൗൺ ആരോ പോലെ ഒരു ഓപ്ഷൻ കാണാം. അതായത് ആ ഡൗൺ ആരോ പോലുള്ള ആ ഓപ്ഷനിൽ ഒരുപാട് പുതിയ സ്ലൈഡിന്റെ സ്റ്റൈലുകളുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മറ്റേതെങ്കിലും സ്ലൈഡ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഓപ്ഷൻസ് എല്ലാം കാണണമെങ്കിൽ, എന്ത് സാധനം കാണണമെങ്കിലും നമ്മൾ അതിനെ സെലക്ട് ചെയ്യുവാണ്. അപ്പൊ ഈ ന്യൂ സ്ലൈഡ് എന്നുള്ളതിന്റെ സൈഡിൽ കാണുന്ന ഈ ആരോയിലോട്ട് മൗസ് കൊണ്ടുവെക്കുക. ആരോയിലോട്ട് മൗസ് കൊണ്ടുവച്ചിട്ട്, അല്ലെങ്കിൽ ആരോയിൽ തന്നെ വെക്കണമെന്നില്ല, ഈ ന്യൂ സ്ലൈഡ് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ അവിടോട്ട് വെച്ചാലും ഈ ആരോയിലോട്ട് വെച്ചാലും മതി, എവിടെ വേണേലും വെക്കാം. അപ്പൊ അവിടോട്ട് മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ദാ സ്ലൈഡിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, ടു കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഉള്ളി, ബ്ലാങ്ക്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് സ്ലൈഡാണ് അല്ലെങ്കിൽ ഏത് പാറ്റേണിലുള്ള സ്ലൈഡാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇപ്പൊ ഈ കാണിച്ച പോലെ ആയിരിക്കും നമ്മൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ. ഈ ടു കണ്ടന്റ് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് സെലക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലോട്ട് മൗസ് വെച്ചിട്ട് അതിന്റെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു പോർഷനിൽ മൗസ് വെച്ചാൽ മതി. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സ്ലൈഡ് വന്നേക്കുന്നത് ടു പോർഷൻ, രണ്ട് സൈഡിലായിട്ടാണ് കണ്ടന്റുകൾ, അതായത് ആ ഒരു അതിന്റെ ഓറിയന്റേഷൻ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ലേഔട്ട് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്നും ചൂസ് ചെയ്യാം. ഇപ്പൊ സാധാരണ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഈ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്നതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സെയിം പ്രൊസീജിയർ ആണ്. ഇതിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും പോർഷനിൽ മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് പുതിയൊരു രണ്ടാമത്തെ സ്ലൈഡ് വന്നു. അപ്പൊ ഒരു കാര്യം ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മൾ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആകെ ഒറ്റ സ്ലൈഡേ ഉള്ളൂ. നമ്മൾ ഈ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ സ്ലൈഡിനെ ആവശ്യമാണ് നമുക്കൊരു പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോൾ. അപ്പൊ അതിനുവേണ്ടി രണ്ടാമത്തെ സ്ലൈഡ് ആഡ് ചെയ്യാനായിട്ട് ആ ഒരു ഓപ്ഷൻ ഈ ഹോം ടാബിലാണ് ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഹോം ടാബിനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഹോമിനകത്തോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. ഈ ഹോം എന്ന് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ എവിടെങ്കിലും വെക്കുക.
ഒന്നുകിൽ എച്ച് അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ഇ. അപ്പൊ ഇതിനകത്ത് എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പൊ അതിനകത്ത് ന്യൂ സ്ലൈഡ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നാണ് നമ്മൾ ആവശ്യത്തിനുള്ള സ്ലൈഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ ഈ ന്യൂ സ്ലൈഡ് എന്നുള്ളതിന്റെ മുകളിൽ കാണുന്ന ഈ ഒരു ബോക്സ് പോലുള്ളതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പുതിയ സ്ലൈഡുകൾ ഇങ്ങനെ വരും. ഇപ്പൊ രണ്ടാമത്തെ സ്ലൈഡ് ആഡ് ചെയ്തു. ഈ മൂന്നാമത്തെ വേണമെങ്കിൽ സെയിം, അവിടോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നാലാമത്തെ വേണമെങ്കിലും അവിടോട്ട് മൗസ് വെക്കുക, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ എത്ര സ്ലൈഡ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോ ന്യൂ സ്ലൈഡ് എന്നുള്ളതിന്റെ അവിടെ നമ്മൾ മൗസ് കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പല ഓപ്ഷൻസ്, അതായത് പല ടെംപ്ലേറ്റുകൾ, ഡിസൈനിലുള്ള സ്ലൈഡുകൾ കാണാം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യമനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ചൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് നമുക്ക് സാധാരണ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് ഈ ന്യൂ സ്ലൈഡിലെ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഈ ന്യൂ സ്ലൈഡിന്റെ മുകളിലുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഐക്കൺ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് ആ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്നുള്ള സ്ലൈഡാണ്. അപ്പൊ ഒന്നുകിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്നും ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു 4 സ്ലൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രസന്റേഷനിൽ മൊത്തം എത്ര സ്ലൈഡ് ഉണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് ഈസിലി അറിയാൻ പറ്റും. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാല് ഈ വലിയ സ്ലൈഡിന്റെ ചെറിയൊരു പിക്ചർ കാണാം. അപ്പൊ അതിന്റെ സൈഡിൽ തന്നെ അതിന്റെ നമ്പറും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രസന്റേഷനിൽ ആകെ 4 സ്ലൈഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്ലൈഡില് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കോഴ്സസിനെ പറ്റി ഒരു കാര്യമാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ള ഈ ഒരു ബോക്സ് ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കർസർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കർസർ ഇവിടെ വന്നാൽ മാത്രമേ നമുക്കിവിടെ കണ്ടോ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ ഒരു മാറ്റർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനിയിപ്പൊ നമുക്ക് ഈ കോഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. അട്രാക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞാല് ഇതിന്റെ സൈസ് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കളർ കൊടുക്കാം, ഇതിനെ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ MS വേർഡിൽ പഠിച്ച പോലെ തന്നെ സെയിം ആണ്, അതിന് യാതൊരുവിധ മാറ്റവുമില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോഴ്സ് എന്നുള്ളതിനെ ആദ്യം നമുക്ക് ബോൾഡ് ആക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതുപോലെ തന്നെ ഇറ്റാലിക്സ്, അണ്ടർലൈന്, ഇതിന്റെ വലിപ്പം കൂട്ടുന്നത്, ഇതിന് പല സ്റ്റൈല് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ MS വേർഡിന്റെ ക്ലാസ് കണ്ടവർക്കെല്ലാം അറിയാം. അതിനകത്ത് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു പവർ പോയിന്റിലും ചെയ്യുന്നത്. യാതൊരുവിധ വ്യത്യാസവുമില്ല, എല്ലാം ഏകദേശം സെയിം ആണ്, അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോഴ്സ് എന്നുള്ളതിനെ ബോൾഡ് ആക്കുന്നത് നോക്കാം. അപ്പൊ ബോൾഡ് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ കട്ടി കൂട്ടി എഴുതുക. അപ്പൊ ഡയറക്റ്റ് നമ്മൾ ഈ പോയി ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ ബോൾഡ് ആയാലും ഇറ്റാലിക്സ് ആണെങ്കിലും അണ്ടർലൈൻ ആണെങ്കിലും അതുപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ ഷാഡോ അതുപോലെ സ്ട്രൈക്ക് ത്രൂ, ഫോണ്ട് സൈസ് കൂട്ടുന്നത്, ഫോണ്ട് സ്റ്റൈല് മാറ്റുന്നത്, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും കിടക്കുന്നത് ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പും നമ്മുടെ ഈ ഹോം ടാബിൽ തന്നെയാണ്, നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത ഈ ഒരു ഹോം ടാബിൽ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡയറക്റ്റ് നമ്മളിപ്പോ പോയി കോഴ്സ് എന്നുള്ളതിനെ ബോൾഡ് ആക്കണമെങ്കിൽ ബി, നമുക്കറിയാം ബോൾഡ് ആക്കാനുള്ള ആ ഒരു ഓപ്ഷനാണ് ഈ ബി എന്ന് പറയുന്നത്. അപ്പൊ ബി ഡയറക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, നേരെ പോയി ബി ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് യാതൊരുവിധ മാറ്റവും അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ക്ലാസ്സിൽ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്, അതിന് തന്നെ ചെയ്യാൻ അറിയത്തില്ല. കോഴ്സ് എന്നുള്ളതിന് ബോൾഡ് കൊടുക്കണം എന്നതിന് തന്നെ ചെയ്യാൻ അറിയില്ല. എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ അതിനോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിലിരിക്കുന്ന മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് വേണം പറഞ്ഞു കൊടുക്കാന്. അപ്പം എനിക്ക് കോഴ്സ് എന്നുള്ളതിനെ ബോൾഡ് ആക്കണമെങ്കിൽ
ഞാൻ അതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് വേണം ബോൾഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൻ. അപ്പൊ സിസ്റ്റത്തിന് അറിയാം ഈ കോഴ്സ് എന്നുള്ളതിനെ വേണം ബോൾഡ് ആക്കാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ കോഴ്സ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യണം. ഇപ്പൊ എന്തായിക്കോട്ടെ, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തൊരു കാര്യമായിക്കോട്ടെ, നമുക്ക് അതിനെ ബോൾഡ് ആക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനെ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ഒന്നുകിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൗസ് കൊണ്ടുവെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കൈയെടുക്കാൻ പാടില്ല, മുന്നോട്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പൊ കോഴ്സ് മൊത്തത്തിൽ സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. അപ്പൊ നമുക്കറിയാം അത് സെലക്ട് ആയി കഴിയുമ്പോൾ അതിനൊരു മറ്റൊരു കളർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ മൗസിൽ നിന്നും കൈയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി അവിടെ കാണും. ഇനിയിപ്പോ ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി സെലക്ട് ചെയ്യുന്ന മറ്റൊരു മെത്തേഡോട് പറയാം. ഒന്നുകിൽ അവസാനത്തെ, അതായത് കോഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇയുടെ പൊസിഷനിൽ മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കർസർ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കർസർ വന്നു. ഇനി ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, നേരെ പുറകിലോട്ട്, കാരണം ബാക്കി ലെറ്റേഴ്സ് ഒക്കെ പുറകോട്ടാണ് അല്ലെ, അപ്പൊ പുറകിലോട്ട് ബാക്കി ലെറ്റേഴ്സ് ഒക്കെ സെലക്ട് ആകാൻ വേണ്ടി മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പൊ നമ്മള് കോഴ്സ് എന്നുള്ളതിനെ സെലക്ട് ചെയ്തു. അപ്പൊ സെലക്ട് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ് പറഞ്ഞു. ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യുക, മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഈ ഒരു മെത്തേഡാണ് നമ്മൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ചെയ്ത് നോക്കിയിട്ട് എളുപ്പം അത് മാത്രം ഫോളോ ചെയ്യുക. അല്ലാതെ എല്ലാ കാര്യം കൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട, എല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂസ്ഡ് ആകണ്ട. നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യം ഏതാണോ അത് മാത്രം ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഡിങ്. ഇനിയിപ്പോ ചെയ്യേണ്ടത് നമുക്ക് ബോൾഡ് ആക്കാനാണ്. സോ ബോൾഡ് എന്നുള്ളതില് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതാ കാണാൻ പറ്റുന്നുണ്ട് കോഴ്സ് എന്നുള്ളത് ബോൾഡായി. ബോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കട്ടി കൂടി വന്നു. ഇനിയിപ്പോ തൊട്ടടുത്ത് കിടക്കുന്ന ആളാണ് ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സ്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ കാണുമ്പോൾ തന്നെ അറിയാം ചരിഞ്ഞായിരിക്കുന്നത്. സോ നമ്മൾ ഇറ്റാലിക്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചരിച്ചെഴുതുക, അതാണ് ഇറ്റാലിക്സ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കോഴ്സ് എന്നുള്ളതിനെ ഇറ്റാലിക്സ് ആക്കണം. അപ്പൊ ഡയറക്റ്റ് ഐയിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാലിക്സ് ആകത്തില്ല, കാരണം ഏതിനെയാണ് ഇറ്റാലിക്സ് ആക്കേണ്ടത് എന്ന് സിസ്റ്റത്തിന് അറിയത്തില്ല, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന് അറിയത്തില്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം ഈ കോഴ്സ് എന്നുള്ളതിനെയാണ് നമുക്ക് ഇറ്റാലിക്സ് ആക്കേണ്ടത്. അപ്പൊ ഈ കോഴ്സ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക, അതായത് ഒന്നെങ്കിൽ ഫസ്റ്റിൽ മൗസ് കൊണ്ടുവെക്കുക, സി എന്നുള്ളിടത്ത് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കർസർ അവിടെ വരും. ഇനി ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് മൗസ് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ എന്നുള്ളിടത്ത് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഇത് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴ്സ് എന്നുള്ളത് സെലക്ട് ആയി. ഇനിയിപ്പോ ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടി ഐ എന്നുള്ളതിൽ മൗസ് കൊണ്ടുവെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബോൾഡും ആയിട്ടുണ്ട്, ഇറ്റാലിക്സും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്. സെലക്ട് ചെയ്യുക, അണ്ടർലൈൻ എന്നുള്ളതിന്റെ യുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോൾഡായി, ഇറ്റാലിക്സ് ആയി, അണ്ടർലൈൻ ആയി. ഇനി നമുക്ക് ഷാഡോ എന്നുള്ളത് കൊടുക്കണമെങ്കിൽ യെസ്. അപ്പൊ ഇതൊരു ഷാഡോ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് AB സ്ട്രൈക്ക് ത്രൂ, അതായത് AB എന്ന് എഴുതിയിട്ട് നടുക്കൂടെ ഒരു വര, അപ്പൊ അങ്ങനെ കൊടുക്കണമെങ്കിൽ ആ AB എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്തപ്പോ സ്ട്രൈക്ക് ത്രൂവും ആയി. ഇനിയിപ്പോ ഈ AV എന്നുള്ളത് ക്യാരക്ടർ സ്പേസിംഗ് ആണ്, അത് നമുക്കിപ്പോ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ഷാഡോ, അതുപോലെ തന്നെ സ്ട്രൈക്ക് ത്രൂ, ഈ 3 കാര്യവും അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ 3 കാര്യം കളയണമെങ്കിലും എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് പോയി B അല്ലെങ്കിൽ IUSAB ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാറത്തില്ല. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സിസ്റ്റത്തിന് അറിയത്തില്ല ഏതിൻ്റെതാണ് മാറ്റേണ്ടതെന്ന്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യണം, എന്നിട്ട് പറയണം നമുക്ക് ബോൾഡ് വേണ്ട, ഇറ്റാലിക്സ് വേണ്ട, അണ്ടർലൈൻ വേണ്ട, സ്ട്രൈക്ക് ത്രൂ വേണ്ട. അപ്പൊ സെയിം പ്രൊസീജിയർ എങ്ങനെയാണോ നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി ചെയ്തത് അതേ പ്രൊസീജിയർ ആണ് കളയാനും. സെലക്ട് ചെയ്യുക, ബോൾഡ് കളയാൻ ബിയിൽ ക്ലിക്ക് ചെയ്യുക, ഇറ്റാലിക്സ് കളയാൻ ഐയിൽ ക്ലിക്ക് ചെയ്യുക, അണ്ടർലൈൻ കളയാൻ
യുവിൽ ക്ലിക്ക് ചെയ്യുക. ഷാഡോ കളയാൻ എസിൽ ക്ലിക്ക് ചെയ്യുക. സ്ട്രൈക്ക് ത്രൂ കളയാൻ എബിയിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിന് നമ്മൾ ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും സ്ട്രൈക്ക് ത്രൂവും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ MS വേർഡിലും MS എക്സലിൽ ഉണ്ടെങ്കിൽ അവിടെയും എല്ലാം നമ്മൾ പറയുന്നത്. ഇതിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വലുപ്പം കൂട്ടാനൊന്ന് പറയാം. എങ്ങനെയാണ് നമുക്ക് വലുപ്പം കൂട്ടുന്നതെന്ന്. ഇപ്പൊ കോഴ്സ് എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് എടുത്തു കാണണമെങ്കിൽ അപ്പൊ അതിനുള്ള ഓപ്ഷനാണ് ഈ 44 എന്ന് കിടക്കുന്നത്. ഇപ്പം കോഴ്സ് എന്നുള്ളത് കിടക്കുന്നത് 44 സൈസിലാണ്. അപ്പൊ ഈ 44 എന്നുള്ളിടത്ത് സൈഡിൽ ഒരു ആരോ ഉണ്ട്. അതിൽ മൗസ് കൊണ്ടുവച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇതിനകത്ത് ഏത് സൈസ് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇതിനകത്തില്ലാത്ത സൈസിനെ ഇവിടോട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 44 എന്നുള്ളതിന്റെ അവിടോട്ട് മൗസ് വെക്കുക. ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് സൈസ് ആണ് വേണ്ടത്, ഇപ്പൊ 100 ആണെങ്കിൽ 100 എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. പക്ഷെ ഞാൻ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 100 എന്നുള്ള സൈസ് കോഴ്സിന് വന്നില്ല. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം. എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ അതിനെ സെലക്ട് ചെയ്യണം. എന്ത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ കോഴ്സ് എന്നുള്ളതിനാണ് സൈസ് 100 ആക്കേണ്ടത്. സോ നമ്മൾ അതിനെ സെലക്ട് ചെയ്യണം. ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഡ്രാഗ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫോണ്ട് സൈസ് എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലെ ഏത് സൈസ് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസ് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് ഓരോ സൈസിലോട്ടും ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുമ്പോൾ അതനുസരിച്ച് ചേഞ്ചസ് നമുക്ക് വരുന്നത് കാണാം. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു 96 സൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 96 സൈസ് എന്നുള്ളത് വേണ്ട, 100 വേണമെങ്കിൽ 100 എന്ന് പറയുന്ന ഓപ്ഷൻ അതിനകത്ത് ഇല്ല. അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. നമുക്ക് ഇല്ലെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ദെൻ ഈ 96 എന്നുള്ളിടത്തോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പം അവിടെ കിടക്കുന്ന ആ ഒരു വാല്യൂ, ഏത് വാല്യൂ ആണോ ആ ഒരു വാല്യൂ സെലക്ട് ആയി വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട വാല്യൂ ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ. അപ്പൊ ആ പ്രോസസ്സിംഗ് നടന്ന് 100 വലുപ്പം വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് 100 എന്ന് ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ ആ പ്രോസസ്സിംഗ് നടക്കത്തില്ല. അപ്പൊ അത് നടക്കണമെങ്കിൽ കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ 100 എന്നുള്ള സൈസ് അവിടെ വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൈസ് കൂട്ടുന്നത്. അപ്പൊ സൈസ് കൂട്ടുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. സെലക്ട് ചെയ്യുക. ശേഷം ഫോണ്ട് സൈസിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പം അവിടെ വരും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. തൊട്ടിപ്പുറത്ത് കാണുന്ന ആളാണ് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയും. അതായത് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ പല സ്റ്റൈലിൽ നമുക്ക് എന്താ പറയുക, ഇപ്പൊ പല ആൾക്കാർ എഴുതുമ്പോൾ പല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്തതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഈ കാണുന്ന ഫോണ്ട് സ്റ്റൈലിലാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ MS വേർഡുമായിട്ട് സെയിം ആണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ പഴയ ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും. പുതിയ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയാ പറയുന്നത്. സെയിം പ്രൊസീജിയർ നമ്മൾ കോഴ്സ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴ്സ് എന്നുള്ളത് സെലക്ട് ആയി. ഇനി ഇപ്പൊ മുമ്പേ നേരത്തെ പറഞ്ഞ അതായത് ഫോണ്ട് സൈസ് ചെയ്യാനുള്ള അതേ മെത്തേഡാണ്. ഈ ഫോണ്ട് ഫാമിലി എന്നുള്ളിടത്ത് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ആരോ കാണാം. ആ ആരോയിലോട്ട് അല്ലെങ്കിൽ ഈ ഫോണ്ട് ഫാമിലി എന്നുള്ളിടത്ത് സൈഡിലോട്ട് നോക്കുമ്പോൾ ആരോ കാണാം. ആ ആരോയിലോട്ട് മൗസ് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് പല സ്റ്റൈലുകൾ ഇങ്ങനെ കാണാം. കണ്ടോ? ഞാൻ ചെയ്തില്ല, ഇങ്ങനെ ഓരോ സ്റ്റൈലിലും കൊണ്ട് മൗസ് വെച്ചതേ ഉള്ളൂ. വെക്കുന്ന അനുസരിച്ച് ആ മാറ്റം നമുക്ക് അവിടെ കാണാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്റ്റൈലുകളുണ്ട്, പല സ്റ്റൈല്. അപ്പൊ ഓരോന്നിലും കൊണ്ടുവച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സ്റ്റൈൽ വേണേലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് പല സ്റ്റൈല് നമ്മൾ കൊടുക്കുന്നത്. സെലക്ട് ചെയ്തു, ഫോണ്ട് സ്റ്റൈൽ എന്നുള്ളതിന്റെ സൈഡിലത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്തു. ഈ കാണുന്നതിലെ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിലോട്ട് മൗസ് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു.
അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ കോഴ്സ് എന്നുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയി, ഇച്ചിരി വലിപ്പം കൂടി, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലും കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്ലൈഡിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും ഷാഡോയും സ്ട്രൈക്ക് ത്രൂവും സൈസും അതുപോലെ തന്നെ സ്റ്റൈലും കൊടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ബോൾഡ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക ബോൾഡ് എന്നുള്ളതിന്റെ പി, ഇറ്റാലിക്സ് ആക്കാൻ ഐ, അണ്ടർലൈൻ ചെയ്യാൻ യു, ഷാഡോ ചെയ്യാൻ എസ്, സ്ട്രൈക്ക് ത്രൂ ചെയ്യാൻ സ്മോൾ ലെറ്റർ എ ബി, ദെൻ സൈസ് കൂട്ടാൻ ഈ ഫോണ്ട് സൈസ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത്. അടുത്ത ഫോണ്ട് സ്റ്റൈലെ ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും ഷാഡോയും സ്ട്രൈക്ക് ത്രൂവും മാറ്റണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. സെലക്ട് ചെയ്യുക, ബി എ ക്ലിക്ക് ചെയ്യുക, ഇറ്റാലിക്സ് മാറ്റാൻ ഐ, അണ്ടർലൈൻ മാറ്റാൻ യു, ഷാഡോ മാറ്റാൻ എസ്, സ്ട്രൈക്ക് ത്രൂ മാറ്റാൻ എ ബി. അപ്പൊ ഇങ്ങനെയാണ് എല്ലാം നമ്മൾ മാറ്റുന്നതും. എല്ലാവരും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പവർ പോയിന്റിന്റെ ക്ലാസ്സാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ ആവർത്തിച്ചൊന്ന് 2-3 തവണയൊക്കെ ഒന്ന് കാണുക. കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് പഠിച്ചു പോകും. നമ്മൾ പഠിക്കാനായിട്ട് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് സിസ്റ്റമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഈസിലി ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്നൊക്കെ പറയണം. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നാളെ അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.